കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. Good evening all and welcome to John's Umbrella Grand Magical Circus powered by Kandam Kolati Kunguma Chandanadi Fairness Oil and Amrita Bindu. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. വല്ല പോലീസ് വരും. ടെന്റിൽ കുറെ ദിവസമായിട്ട് മോഷണം നടക്കുന്നുണ്ട്. ഇന്ന് പോലീസ് വരും. പോലീസ് വരെങ്കിൽ കലേശന്റെ ഇവിടെ നിൽക്കണ ഓടി രക്ഷപ്പെടും. അല്ല, ഞാനെന്തിനാ ഓടുന്നത്? ഞാനാ കേസ് കൊടുത്തേക്കുന്നത്. ടെന്റിൽ കുറെ നാളായിട്ട് ഒരു ദിവസമാണെങ്കിൽ സഹിക്കാം, 2 ദിവസമാണെങ്കിൽ സഹിക്കാം, ഇത്രയും ദിവസം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല കലേശേട്ടാ, പോലീസ് വന്നാൽ നമ്മുടെ പ്രോഗ്രാം ഇനിയിപ്പോ എങ്ങനെ? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം വന്ന് അന്വേഷിച്ചിട്ട് പോയിക്കോളൂ. നമ്മുടെ പ്രോഗ്രാമിനൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങോട്ട് വരുന്ന ആരാണെന്ന് അറിയാമോ? ആരാണ്? ഈ നാടിനെ കിടുകിട വറപ്പിക്കുന്ന SI കബാലി സോമൻ. സാറേ, ഞാനാണ് മോഷണത്തിന്. നീയാണോ കേസ് വന്നത്? ഇത് നേരത്തെ പറയണ്ടല്ലേ? സാറെന്താ വൈകിയത്? ഇടുത്തിന്റെ പരിപ്പ് ഞാനിപ്പോ ഇളക്കിയാനേ. ഞാൻ എന്താ വൈകിയെന്ന്? വരുന്ന വഴിക്ക് കൊച്ചെ അവിടെ ഭയങ്കര പോലീസ് ചെക്കിങ്. പിന്നെ അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു വിധം ഞാൻ ഇവിടെ വന്ന് രക്ഷപ്പെട്ടത്. പോലീസല്ലേ സാറിന്? ഞാൻ പോലീസാണ്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. സാറിന് ലൈസൻസ് ഇല്ലേ? സാറിന് ലൈസൻസ് എടുത്തൂടെ? എനിക്ക് ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പോലീസുകാരനാണ്. പോലീസുകാർക്ക് ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, കള്ളു കൊടുത്ത് വണ്ടി ഓടിക്കാം. ഇപ്പൊ ബൈക്കിൽ സഞ്ചരിക്കുവാണെങ്കിൽ മൊബൈൽ ഫോൺ വരുവാണ്, ഇങ്ങനെ വെച്ചു സംസാരിച്ച് ഓടിച്ചോണ്ട് പോകാം. ഇത് പോലീസുകാർക്ക് വിഷയമല്ലല്ലോ. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഇതെല്ലാം ബാധകമാണ്. ഇവിടുത്തെ മോഷണം സാർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം സാറേ. ഞാൻ ആരാണ് ഇവിടുത്തെ? SI ഞാനാണോ? കബാലി സോമൻ. അതെ. അപ്പൊ ഞാൻ ഇത് കണ്ടുപിടിച്ചിരിക്കും. കലേശൻ ധൈര്യമായിട്ടിരിക്കൂ. ധൈര്യമായിട്ട് പരിപാടി നടത്തിക്കോളൂ. ഇനി ഇവിടെ മോഷണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്താ സാർ? എനിക്കൊരു ചെറിയ അവസരം. സാർ പെർഫോമറാണോ? സാർ എന്ത് പെർഫോം ചെയ്യും? അയ്യോ, ഞാൻ ഉഗ്രനായിട്ട് വീണ വായിക്കും. അയ്യോ, കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയമുള്ള ഒരു മനുഷ്യൻ. വെള്ളം അടിച്ച് ഇത്തിരി കൂമ്പ് അടച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ. നല്ല ഹൃദയമാണ്. സാറ് രുദ്രവീണയാണോ വായിക്കുന്നത്, മണിവീണയാണോ? അയ്യോ, രണ്ടുമല്ല കേട്ടോ. ദൈവദോഷം പറയുന്നത് രണ്ടുമല്ല. ഞാൻ പിടിക്കുന്ന പ്രതികളുടെ 6-ാം മേലിൽ നിന്ന് അസ്ഥി വലിച്ചൂരി അത് വെച്ചാണ് വീണ വായിക്കുന്നത്. കാണണോ? വേണ്ട സാർ, വേണ്ട വേണ്ട. പേടിക്കണ്ട. ഇനി ഇവിടെ ഒരു മോഷണ ശല്യം ഉണ്ടായില്ല. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം. ഓക്കെ. പുള്ളി പറഞ്ഞ പെർഫോമൻസ് ഒക്കെ ഇവിടെ ചെയ്തിരുന്നേ നമ്മള്. തുറക്കണ്ട. ഹലോ, തുറക്കുന്നില്ല. മാജിക്കിന്റെ ഒരു മന്ത്രമുണ്ട്. സിംസിലാല സിം 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 ബം ബം ബസൂക്കി ബം ബം ബസു. തുറന്നു. എന്താണത്? ബം സിംസിലാല സിം 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 ബം ബം ബസൂക്കി ബം ബം ബസൂക്കി ബം ബം ബസൂക്കി. ഓക്കേ സർ, താങ്ക് യു. എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരെയും പ്രിയപ്പെട്ട ഓഡിയൻസിനെയൊക്കെ സ്വാഗതം ചെയ്യാം. ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഇന്നത്തെ ഗസ്റ്റ് ആരാ? ഇന്നത്തെ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കാൻ 2 സെലിബ്രിറ്റി ഗസ്റ്റസ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ സെലിബ്രിറ്റി ഗസ്റ്റസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ആരാന്ന് ഞാനൊരു ക്ലൂ തരാം. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയൻസിനും പറയാട്ടോ. അതായത് കേബിൾ സർവീസ് നടത്തുന്ന ജോർജ് കുട്ടി ചേട്ടൻ്റെ ഭാര്യ എന്താണ് റാണി ചേച്ചിയുടെ 2 പെൺകുട്ടികളാണ് നമ്മുടെ ഇവിടെ ഗസ്റ്റായിട്ട് വരുന്നത്, അഞ്ജും അനു. ഓഡിയൻസിന് എന്തെങ്കിലും ആൻസർ കിട്ടുന്നത്? കലേശന് മനസ്സിലായില്ല? കലേശന് കിട്ടിയോ ആൻസർ? ഇല്ല, കലേശന് മനസ്സിലായില്ല. ഓഡിയൻസ് ഒക്കെ പറയാ, ശ്രദ്ധിച്ചു നോക്ക്. ദൃശ്യ സിനിമ. യെസ്, അതെ, കണ്ടോ? ആ ഒരു, അതായത്
അതായത് ആ സിനിമയിലെ ക്യാരക്ടറിന്റെ പേരുകൾ പറഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസ് എല്ലാവരും അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടോ. കലിച്ചയുടെ സിനിമ ഒന്നും കാണാറില്ല? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചില്ല. അതെ അതെ, ദൃശ്യം എന്ന മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന ഏറ്റവും മികച്ച സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അൻസിബ ആൻഡ് എസ്തർ. Grand Magical Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. Swagatham അൻസിബ ആൻഡ് എസ്തർ. ഒരുപാട് സന്തോഷം. എന്തായാലും എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ശ്രിത ഭയങ്കര ഈസി ആയിട്ടാണ് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ അമൃത ബിന്ദു ഒക്കെ ഈസി ആയിട്ടാണ് പറഞ്ഞത്. അത് ഒറ്റ ടേക്കിൽ. നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ? താങ്ക് യു. അത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ ഒരു അഭിനേത്രിയും എന്ന നിലയിലും ഇപ്പോൾ ഒരു അവതാരക എന്ന നിലയിലും അൻസിബ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ തമിഴിലേക്ക് പോയി അവിടെ നായിക. ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ആരാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ പറയണ്ടായി അൻസിബയും എസ്തറും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതായത് ചെറിയ കുട്ടിയാണ് എന്നുള്ള ഒരു, അതായത് വന്നപ്പോൾ വളരെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ എസ്തർ ചെറിയ കുട്ടിയല്ല, എസ്തർ വളർന്ന് നായികയായി എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഇന്നലെ പത്രത്തിൽ വന്ന മറ്റൊരു അനൗൺസ്മെന്റ് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു. ഷാജി എൻ കരുൺ സാറിന്റെ പുതിയ സിനിമയിലെ എസ്തറിന്റെ നായികയായിട്ട് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എസ്തറിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരു തമിഴ് സിനിമ പകുതിയാക്കി വെച്ചിട്ടായി നിൽക്കുന്നേ. ആരാണ് ഇവിടെ നിൽക്കണം? നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റസ് ചെറിയ ആൾക്കാരൊന്നുമല്ല, വൻ പുലികളാണ്. നായിക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചെറിയ ദൃശ്യത്തിലെ ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ടാണ് മലയാളത്തിൽ നായികയാവാത്തതിൻ്റെ പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു ദൃശ്യം. അപ്പം എന്തായാലും നായികയായി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ആ ചെറിയ കൊച്ചല്ലേ, എപ്പോഴാണ് ഇത്ര പെട്ടെന്ന്. ശരിക്കും തമിഴിൽ ചെയ്യുന്ന അങ്ങനെ വലിയ നായികയായിട്ടല്ല. ഞാൻ തമിഴിൽ ചെയ്യുന്നത് ടീനേജ് 11th പഠിക്കുന്ന ഒരു ഹീറോയിനുമാണ്. അല്ല, ഇത് എസ്തറിന് മാത്രം. ഇവൻ ഞാൻ ആലോചിക്കുന്ന കാര്യം, ഇവൻ എന്നെ ഒരു മൂവിക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പോഴും +1 വിദ്യാർത്ഥിനി അഞ്ജു ജോർജ് എന്ന ആളായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഏതെങ്കിലും ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ചില മൂവീസിൻ്റെ ഡയറക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് പിന്നെ കാണുമ്പോൾ പറയും അയ്യോ നിന്നെ എടുക്കാമായിരുന്നല്ലോ, എൻ്റെ മറ്റേ മൂവിക്ക് ഞങ്ങൾ അന്ന് ഈ കുട്ടിയെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു അയ്യോ അത് കൊച്ചല്ലേ, അങ്ങനെ ഹീറോയിനായിട്ട് നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ അതാണ്. എന്തായിരിക്കും അതങ്ങനെയാണ്. കാരണം ആ ഒരു ചിത്രം അത്ര വലിയ ഇമ്പാക്റ്റ് ആണ് കൊടുത്തിരുന്നത്. ഞാൻ നിങ്ങളെ ഇവിടെ വെൽക്കം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരോട് ഞാനൊരു ക്ലൂ കൊടുത്തത് കേബിൾ സർവീസ് നടത്തുന്ന ജോർജ് കുട്ടിയുടെയും അതുപോലെ റാണിയുടെയും മക്കളായ അഞ്ജു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ദൃശ്യത്തിലെ നമ്മുടെ, അതായത് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു പുറത്തേക്ക് വരാ ലൈക്ക് ബ്രേക്ക് ചെയ്യാന്നുള്ളത് വളരെ ടഫാണ്. എനിക്കറിയാം. ഐനോ ഇനി ഒരു വലിയ വിശേഷമുള്ളത് എസ്തർ, ആഗ്നസ് എസ്തർ എന്ന് പറയുന്ന ചെറിയ കുട്ടി അമൃത ടിവിയിലൂടെയാണ് ലോകം അറിയുന്നത്. അമൃത ടിവിയുടെ ലിറ്റിൽ വേൾഡ് എന്ന പ്രോഗ്രാമിലൂടെയാണ് എസ്തർ ആദ്യമായിട്ട് വരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എസ്തർ. അപ്പോൾ ഒരു 2 വർഷമെങ്കിലും നമ്മൾ ചെയ്തു. കലേഷ് അങ്കിളും എല്ലാവരും നമ്മളൊരു വലിയ ടീം തന്നെയായിരുന്നു. അപ്പം എന്തായാലും അമൃത ടിവിയിലൂടെ തന്നെയാണ് എൻ്റെ എൻട്രി. എന്താണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിനെ കുറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എപ്പോഴും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണുള്ള കാര്യമാണ്. കാരണം നമുക്ക് സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മലയാളത്തിലെ ഏറ്റവും ഒരു ഹിറ്റ് മൂവിയാണ് ജോക്കർ. അപ്പോൾ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ജോക്കറിലെ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞാൽ പോലും നമുക്കറിയാം. അത്രത്തോളം മലയാളികൾക്ക് ഇഷ്ടമുള്ളതാണ് സർക്കസ്.
അപ്പോ അത് പറയുമ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറുപ്പത്തില് സർക്കസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നേരിട്ട് എത്ര സർക്കസ്, ഓ. ജംബോ സർക്കസ്, ജെമിനി സർക്കസ്, ബോംബെ ഓക്കേ. സർക്കസ്. അപ്പൊ സർക്കസിന്റെയും മാജിക്കിന്റെ ഒക്കെ വലിയ 2 ആരാധകരാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റസ്. നമുക്ക് ഇവരുടെ കുറെ വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള, അതായത് ആ മൂവിക്ക് ശേഷം നിങ്ങൾ എങ്ങനെയാണ് പേഴ്സണലി നിങ്ങൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ജോഗ്രഫി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ദൃശ്യം കഴിഞ്ഞ് 3 years ആയി. അപ്പോ ഞങ്ങൾ ഇപ്പോഴും ദൃശ്യത്തിൽ ഞങ്ങൾ അഭിനയിച്ചു. ശരിക്കും ദൃശ്യത്തിലെ ഒരുപാട് പേര് ശരിക്കും വിചാരിച്ച ഞങ്ങൾ ശരിക്കും സിസ്റ്റേഴ്സ് ആണെന്ന്. അപ്പൊ ഞാൻ എവിടെ പോവാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും, അയ്യോ അനിയത്തി എന്തേ? അപ്പോൾ എനിക്കൊരു അനിയത്തി ഉണ്ട്, സെയിം എസ്തറിൻ്റെ ഏജ് ആണ്. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കും, അല്ല വേറൊരു അനിയത്തി. അപ്പം എസ്തറിനെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും, അയ്യോ അവള് ശരിക്കും അനിയത്തിയല്ല, മൂവിയിൽ അനിയത്തിയാണ്. ആണല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ തുറന്ന് പറഞ്ഞാലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോഴും ഈ സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ഇനി ദൃശ്യം എഫക്റ്റ് ആയിരിക്കും. ഞാൻ ഇനി കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുന്നതായിരിക്കും. ദൃശ്യം എഫക്റ്റ് ആവുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദൂരോട്ട് എന്തുകൊണ്ടും നല്ലത്. നമ്മുടെ അൻസിബിനെയും ഇവരൊന്നും അധികം നോക്കണ്ട. വീണ്ടും ജോർജ് കുട്ടിക്ക് ധ്യാനം കൂടാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. എന്നാലും നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കാത്ത് ഒരുപാട് കിടലം പെർഫോമൻസുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗസ്റ്റസിനെ ഇനി നിർത്തി സംസാരിക്കുന്നത് ശരിയല്ല. നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഓഗസ്റ്റ് 2 ഞങ്ങള് പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. സത്യം പറഞ്ഞ പാറേപ്പള്ളി പോടും കേട്ടോ. മനുഷ്യന് ഒരു സമാധാനം കിട്ടണമെങ്കിൽ പാറേപ്പള്ളിയിൽ പോയി ധ്യാനിക്കണം. മനുഷ്യന് റിലീഫാണ്, ഭയങ്കര റിലീഫാണ്, മനസ്സിന് ഭയങ്കര റിലീഫ്. ചിലപ്പോൾ ടി വിയിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ചാനൽ മാറ്റുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. Grand Magical Circus powered by Kandamkulatti Kunguma Chandanadi Fairness Oil and Amrita Bindu. ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന ഒരു മജീഷ്യൻ ആണ്, ഒരു മാജിക് പെർഫോമർ ആണ്. ഉഗ്രൻ പെർഫോമർ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാജിക് രംഗത്ത് 33 വർഷം പൂർത്തിയാക്കി. അപ്പൊ വയസ്സായ ഒരാളാണോ കലേശട എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് അടുത്ത കുംഭത്തിൽ പുള്ളിക്ക് 19 വയസ്സ് തികയും, അങ്ങനെ തോന്നും. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ മാജിക് പ്രാക്ടീസ്. ഗർഭശ്രീമാൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ സ്വാതിനാൾ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ രാജാവായിട്ട് വാഴിച്ചു. അതുപോലെ ഇദ്ദേഹം ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ മാജിക് പഠിച്ചു തുടങ്ങിയെന്ന് സംശയമുണ്ട്. ഗർഭശ്രീ മജീഷ്യൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം. മാജിക്കിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. കുട്ടിക്കാലം മുതൽ തന്നെ മാജിക് പഠിച്ച് വളർന്ന് നല്ലൊരു പെർഫോമറായി മാറിയ പ്രഭാക് മല്ലിക.
കലേഷേട്ടാ, ഞാൻ അവിടെ നിന്ന് വിചാരിക്കായിരുന്നു ലാസ്റ്റ് ടൈം ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോ ഒരു കൈ വാനിഷ് ചെയ്യുന്ന ഒരു ആക്ട് ആയിരുന്നു. കൈയുടെ നടുഭാഗം വാനിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട് ആണ് ചെയ്തത്. അതെ. അപ്പൊ ഇത്തവണ ഇനി എന്ത് ബോഡി പാർട്ടാണ് വാനിഷ് ചെയ്യണെന്ന് നമ്മൾ അവിടെ ഇങ്ങനെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. വളരെ സന്തോഷം. അടിപൊളിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുത പറഞ്ഞു തീർന്നതേ ഉള്ളൂ. നേരത്തെ കൈയുടെ മധ്യഭാഗമാണ് വാനിഷ് ചെയ്തത്. ഇന്ന് എവിടെയാണാവോ വാനിഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോ വാനിഷിംഗ് അല്ലായിരുന്നു. അതെ, ഇന്ന് അവിടെ ഇരുന്നിട്ട് കാണുമ്പോ ജോക്കറായിട്ട് വന്ന ആള് ഭയങ്കര രസമായിട്ട് ആ ബീച്ചിനനുസരിച്ചിട്ടുള്ള ആ സ്റ്റെപ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഈ ചേട്ടൻ മറ്റേ തോക്കൊക്കെ എടുത്തിട്ട് ഓരോരുത്തരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്, ഇതൊക്കെ കാണുമ്പോ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഈ ചേട്ടനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ അപ്പർ ബോഡി പാട്ട് തൊട്ട് നോക്കാണ് ഓഡിയൻസ്. നിങ്ങൾ കാരണം എന്താന്ന് വെച്ചാൽ ചെറിയൊരു ടേബിള് പോലെ ഉള്ളൂ, അതിന് ഒരു മറവുമില്ല, ഒന്നുമില്ല അല്ലെ? നിങ്ങൾ ഓഡിയൻസ് ഇവിടെ നിന്ന് കാണുന്നല്ലേ? അതും അതേ സെക്കൻഡ് തന്നെ ആ ബോഡി മാറ്റി വെച്ച് അതേ സെക്കൻഡ് തന്നെ ആൾ ഇങ്ങോട്ടേക്ക് വന്നു. എന്ത് തോന്നുന്നു? ഓഡിയൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഞെട്ടിയോ? ശരിക്കും ഞെട്ടി. സൂപ്പർ. ഓ, താങ്ക് യു സോ മച്ച്. വേൾഡിൽ തന്നെ ആരും ഈ മാജിക് ചെയ്യുന്നില്ല. ഇത് ഇവിടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലൂടെ അവതരിപ്പിച്ച ഒരു പ്രീമിയർ ഷോ ആയിരുന്നു. ഈ മാജിക്കിന്റെ ആദ്യത്തെ ഷോ ആണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലൂടെ അവതരിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുമാണ് ലക്കി. കാരണം അതിന്റെ പ്രീമിയർ ഷോ കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കാണല്ലോ കിട്ടിയത്. ഞങ്ങൾ ലക്കിയാണ്, നമ്മൾ ഓഡിയൻസ് ലക്കിയാണ്. ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. കലേഷ് ഒറ്റ ഓടിപ്പോയിരുന്നു. ഞാനൊരു മാജിക് ചെയ്തല്ലേ ഉള്ളൂ. ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരനെ കണാ ഗുണാന്ന് തിരിച്ചു വെച്ചേനെ. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് മാജിക് ആണ്. ഇത് മാജിക്കാ? മാത്രമാണ്, ഇലൂഷൻ ആണ്. അത് ശരി. എന്തായാലും നിങ്ങൾ പിന്നെ അദ്ദേഹത്തിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു. അപ്പൊ തെളിവ് നശിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനും സാർ ഇത് മാജിക്കിന്റെ പെർഫോമൻസ് അല്ലേ സാർ? അപ്പൊ അങ്ങനെയല്ലേ നമ്മുടെ സ്റ്റേജ് നമ്മുടെ ഇവിടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സാർ മണക്കുന്നത്? ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണോ ഒരു പോലീസ് ഓഫീസർ വന്ന് ബിഹേവ് ചെയ്യാൻ? പിന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, എല്ലാവരോടും ചൂടാകണം. എന്താ സാർ? ഒരു പ്രൊമോഷൻ മണക്കുന്നുണ്ട് എനിക്ക്. തെളിയാതെ കിടക്കുന്ന പല കേസുകളും ഞാൻ തെളിയിക്കും. തെളിയിക്കണം സാർ. തെളിയാതെ കിടക്കുന്ന എല്ലാ കേസുകളും സാർ തെളിയിക്കണം. ഒരു പടി മുന്നോട്ട് കയറി നിൽക്കൂ. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി എവിടെയായിരുന്നു? ഒക്ടോബർ ഗാന്ധി ജയന്തി സ്കൂളിൽ ലഡു ഒക്കെ തന്നില്ലേ? ശരിയാണോ? അപ്പം മറ്റേത് ഏത് 2-ആയിരുന്നു? ഓഗസ്റ്റ് 2. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഓഗസ്റ്റ് 2 ഞങ്ങള് പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. സത്യം പറഞ്ഞ പാറേപ്പള്ളി പോടും കേട്ടോ. മനുഷ്യന് ഒരു സമാധാനം കിട്ടണമെങ്കിൽ പാറേപ്പള്ളിയിൽ പോയി ധ്യാനിക്കണം. മനുഷ്യന് റിലീഫാണ്, ഭയങ്കര റിലീഫാണ്. മനസ്സിന് ഭയങ്കര റിലീഫ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പാറേപ്പള്ളി. പാറേപ്പള്ളി പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ബിരിയാണി കഴിച്ചു. ഏത് കടയിൽ നിന്ന്? റഹ്മത്ത് ഹോട്ടൽ ബിരിയാണി. സൂപ്പർ ബിരിയാണി കേട്ടോ. ഞാൻ തൊടുപുഴ ടൗണിൽ ചെന്നാല് അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അത് സൂപ്പർ. ചിക്കൻ ബിരിയാണിയാണ് സൂപ്പർ അവിടുത്തെ. എന്തായാലും വേണ്ടില്ല, ഇന്ന് വൈകിട്ട് നിങ്ങളുടെ അച്ഛൻ ജോർജ് കുട്ടിയെ ഞാൻ അറസ്റ്റ് ചെയ്യും. അയ്യോ, അതിന് കൊലപാതക കേസല്ലേ അദ്ദേഹത്തിന്റെ പേരിലുള്ളത്? കൊലപാതക കേസ്. അതിന് തെളിവ് കിട്ടിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മോളെ തെളിവ് കിട്ടിയില്ലെന്ന്? എന്ത് കിട്ടി? ഈ മോളെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? ഞങ്ങൾ താമസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ കുഴപ്പമില്ല, പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന പശുവിനെയാണ് കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യും. മനസ്സിലായോ?
പ്രഭാത് മല്ലികയുടെ ഉഗ്രൻ പെർഫോമൻസ് ആണ്, ഉഗ്രൻ ആക്ട് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ആ പ്രീമിയർ ഷോ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫീലിംഗ് നമ്മൾ ചോദിച്ചില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഒരു മാജിക് പുതിയതായിട്ട് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ ഒരു വേദിയിൽ തന്നെ അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതിൽ. കാരണം വളരെയധികം ടാലൻ്റുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ്. അത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസും ഭയങ്കര രസമായിരുന്നു. സ്റ്റാർട്ടിങ്ങിലെ പേര് അനാൻ ബാബ് എന്നാണ് പ്രൊഫഷണൽ നെയിം. മലയാളിയാണോ? മലയാളി തന്നെയാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അദ്ദേഹം. അതിലുപരി അദ്ദേഹം ഒരു ഇന്റർനാഷണൽ പെർഫോമർ കൂടിയാണ്. ഒത്തിരി വെറൈറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദുവിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ആരും പോകണ്ട, നമ്മൾ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നത്തെ. പരിപാടി കഴിഞ്ഞ് എഴുന്നേറ്റ് പാടാ. ചേട്ടാ അങ്ങനെ സത്യം പറഞ്ഞു ഞാൻ പറയട്ടെ, സാറേ എല്ലാം കൊണ്ട് പറയാൻ അനുവദിക്ക്. നീ മുന്നേറെ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടിക്കാൻ പറ്റുമോ? അയ്യോ, ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഇനി വേദിയിലേക്ക് വരുന്ന ആൾ ഷെറിൻ ആണ്, മജീഷ്യൻ ഷെറിൻ. ഷെറിൻ സാർ വീണ്ടും സ്വാഗതം ഈ വേദിയിലേക്ക്. ഈ ഷെറിൻ സാർ വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കേണ്ടി വരും. കാരണം എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. നല്ല അധ്യാപകനാണ്, നല്ല മജീഷ്യനാണ്, നല്ല മെന്റലിസ്റ്റ് ആണ്, നല്ല സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ നല്ല ഘടയോഗിയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹാരി ഹൗഡ്നി എന്ന ലോകപ്രശസ്ത മാന്ത്രികന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മാജിക്കാണ്. അതായത് രക്ഷപ്പെടൽ ജാലവിദ്യകളുടെ പിതാവായിരുന്നു ഹാരി ഹൗഡ്നി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മാജിക് എന്ന് പറയുന്നത് കയറിൽ കെട്ടിയിട്ടിട്ട് രക്ഷപ്പെടുന്ന, കയറുകൊണ്ട് 100 അടി കയറുകൊണ്ട് കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു ജാലവിദ്യയായിരുന്നു. അത് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എല്ലാത്തരം എസ്കേപ്പുകളും അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ മാജിക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ട്രിക്സ് ഒന്നുമില്ല, ഒരു സീക്രട്സും ഇല്ല. ഓഡിയൻസിൽ നിന്ന് 2 പേരെ വിളിക്കുന്നു, 100 അടി കയറുകൊണ്ട് കസേരയിലിരുത്തി എന്നെ ബന്ധിക്കുന്നു, കൂടെ ഒരു ഹാൻഡ് കഫ് കൂടി ഇടണം. ഓക്കെ, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം. ആ ബന്ധിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ ബന്ധിക്കാൻ എടുത്ത സമയത്തിനകം രക്ഷപ്പെടുക എന്നുള്ളതാണ് ചലഞ്ച്. അതിന് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പേരാണ്. ഓഡിയൻസിൽ നിന്ന് 2 പേര് തയ്യാറായിട്ടുള്ളത്. വേദിയിലേക്ക് വരൂ. എന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, താങ്ക് യു. അപ്പൊ ഞാൻ എന്നാ വേഗം വേദിയിലേക്ക് ഇരിക്കാം. ഇനി ഒട്ടും വച്ച് താമസിപ്പിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാവരും ചേർന്ന് ഒരു വലിയ കൈയടി ഷെറിന്.
1 മിനിറ്റും 48 സെക്കൻഡുമാണ് ഷെറിന് രക്ഷപ്പെടാനുള്ള സമയം. 1 മിനിറ്റ് 48 സെക്കൻഡിനുള്ളിൽ ഷെറിൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മ്യൂസിക് സ്റ്റാർട്ട്. സെക്കൻഡുകൾ 1 മിനിറ്റും 48 സെക്കൻഡും കൊണ്ട് പൂട്ടി കെട്ടിയ ഷെറിൻ 42 സെക്കൻഡും 29 മില്ലി സെക്കൻഡും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. 42 സെക്കൻഡ് കൊണ്ട് ഷെറിൻ. സെക്കൻഡ് കൊണ്ട് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. 42 സെക്കൻഡ് 20 മില്ലി സെക്കൻഡ്. അതെ അതെ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതും നമുക്ക് ടെൻഷൻ ആയത് ഇവിടെ ഈ ഓഡിയൻസിൽ നിന്ന് വന്ന 2 ചേട്ടന്മാരുണ്ടല്ലോ, അവര് എന്താ പറയാ കരാട്ടെ മാസ്റ്റർ ഒക്കെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർ കെട്ടുമ്പോൾ എന്താണെങ്കിലും ഒരു സാധാരണ ആളെക്കാളും കൂടുതൽ അവർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഫിസിക്, എങ്ങനെയാണ് നമ്മുടെ പവർ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അല്ലേ ചേട്ടാ? അങ്ങനെയല്ലേ? നല്ല സ്ട്രോങ് ആയിട്ടല്ലേ ചേട്ടൻ അത് കണ്ട? ചേട്ടൻ അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് അറിയാം, ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ ഇത് ചെയ്യാന്ന്. അപ്പൊ ഫസ്റ്റ് കാലാണ് അത് ലോക്ക് ചെയ്തത്, കറക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് അല്ലേ കലേഷേട്ടാ? അതിനേക്കാൾ കൂടുതൽ പകച്ചുപോയത് എന്റെ ബാല്യമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാൻഡ് കഫ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഈ സമയം കൊണ്ട് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഹാൻഡ് കഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെജീഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇറ്റ്സ് എ ടാസ്ക്, വലിയൊരു ടാസ്ക്കാണ്. ആ കടമ്പ എനിക്ക് തോന്നുന്നു സെക്കൻഡുകൾ കൊണ്ട് പൂർത്തിയാക്കിയിട്ടാണ് ബാക്കി ചെയ്തത്. അത് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ കുറേ വേദികളിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടൈറ്റായിട്ട് എന്നെ ആരും കിട്ടിയിട്ടില്ല. സീരിയസ്ലി. അപ്പോൾ ഹാൻഡ് കപ്പ് വേഗം അഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വേദികൾ, ഞാനത് പരസ്യമായിട്ട് പറയുകയാണ്, ചില വേദികളിൽ കെട്ട് മുറുകാതെ വരുമ്പോൾ എന്നാലൊരു ഇംപ്രഷൻ പോകാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ അഴിക്കാവുന്ന കെട്ടുകൾ സമയമെടുത്ത് ഞാൻ അഴിക്കാറുണ്ട്. അത് ഷോമാൻഷിപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ മനസ്സിലായി ഇദ്ദേഹം വളരെ ടൈറ്റ് ആയിട്ടാണ്. സമയം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ 6 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടുന്നത് ഏതാണ്ട് 1 മിനിറ്റ് 42 സെക്കൻഡ് കൊണ്ട് ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ടൈറ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും ഞാൻ കുടുങ്ങാനിരിക്കുന്ന വേദി. ഇങ്ങനെ പല വേദികളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹാൻഡ് കഫ് വേഗത്തിൽ ഞാൻ അഴിച്ചു, പരമാവധി വേഗത്തിൽ അഴിക്കുകയായിരുന്നു. കാരണം പിന്നെയുള്ള സമയം കെട്ടഴിക്കാൻ വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, ഏതെങ്കിലും തവണ ഇത് കെട്ടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത സമയത്ത് ഇപ്പം നമ്മൾ വീട്ടിലെന്തായാലും പ്രാക്ടീസ് ചെയ്യുമല്ലോ, പ്രാക്ടീസ് മേക്സ് യു ദ ബെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലിത് വീട്ടിൽ എവിടെയെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വന്നിട്ടുണ്ടോ? ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി ആരെങ്കിലും കെട്ടുന്ന ആളുകൾ ട്രൈ ചെയ്യാം, പൊട്ടിക്കാൻ പറ്റുമോന്ന്. അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു എന്താ പറയാ വെറൈറ്റി പെർഫോമൻസ് ആയിട്ട് വരില്ലേ നമ്മുടെ വേദിയിൽ? തീർച്ചയായിട്ടും വരും. താങ്ക് യു ഷെറിൻ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫാബുലസ് പെർഫോമൻസ്. ഇനി അടുത്തെന്താണ്? ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് എസ്തർ പറയും. ഒന്ന് പറയോ ഞങ്ങൾക്ക് വേണ്ടി? നിങ്ങളൊക്കെ ആങ്കേഴ്സ് അല്ലേ? അപ്പൊ ഞാൻ ആങ്കർ അല്ലല്ലോ. സ്പോൺസേഴ്സ് ഒക്കെ ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അത് ഞാൻ ഏറ്റു. ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂല്ലോ. ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോവാണ്. ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദുവിൽ. ആരും എവിടെയും പോരുത്, ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. യെസ്. എന്റെ കൂടെ മോഷ്ടിക്കാൻ വന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, അയ്യപ്പനെ വിളിക്കട്ടെ? വിളിച്ചു. നീ ഏതാ അയ്യപ്പനെ വിളിച്ചത്? എന്റെ കൂട്ടുകാരനെ. ചിലപ്പോൾ
ടി വിയിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ചാനൽ മാറ്റുന്നു. കാരണം അത്രയ്ക്കും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. വെൽക്കം ബാക്ക് ടു ജോൺസ് അംബ്രല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഇവനാണ് പ്രതി. നിങ്ങളൊന്ന് മാറിക്കൂ. എനിക്ക് ഇവനെ ചോദ്യം ചെയ്യാനുണ്ട്. അകത്ത് പോകൂ. ഞാൻ പറയുമ്പോ വന്നാ മതി. നീയാണ് ഇവിടെ മോഷണം നടത്തിയില്ലടാ റാസ്കൽ. അയ്യോ, എന്റെ കാല് ചെറുതായെന്ന് തോന്നുന്നു. കാല് ചെറുതായല്ല, സാറ് തൊഴിക്കാൻ വന്നപ്പോ ഞാൻ ഇങ്ങനെ ആക്കിയതാ. എങ്ങനെ ആക്കി? ഇങ്ങനെ ആക്കിയതാ. അത് ശരി. മര്യാദക്ക് സത്യം പറയടാ, നീ എന്തിനാടാ മുട്ടിച്ചത്? തർക്കുത്തരം പറയുന്നോടാ. നീ എന്നാടാ മുട്ടിച്ചത്? മിണ്ടിപ്പോകരുത്, സത്യം പറഞ്ഞു. ഞാൻ പറയട്ടെ സാറേ, എല്ലാം കൊണ്ട് പറയാൻ അനുവദിക്ക്. നീ മുന്നേറെ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടിക്കാൻ പറ്റുമോ? സത്യം പറ, നീ ഏത് സമയത്താണ് ഇത് മോഷ്ടിച്ചത്? ഒരു 7 മണിയായി. സത്യമാണോ? 8 മണി. കറക്റ്റ് പറ. 9 മണി. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? ഏതെങ്കിലും ഒരു സമയം പറയടാ. 8-9 മണിയായി കാണും. 7-9 മണിയോ? ആയി കാണും. നീ നിന്റെ മുന്നിൽ ഇപ്പോൾ 3 ഓപ്ഷനാണുള്ളത്. ഇതിലേതാണ് എന്ന് നീ തിരഞ്ഞെടുക്കണം. മണിക്കുട്ടൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മുന്നിൽ ഇപ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ പരാജയപ്പെട്ടാൽ നീ പുറത്തു പോകും. അതുകൊണ്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കും. 7 മണിയോ? വേഗം എടുക്കൂ, വേഗം. തീർത്തി കൂടല്ല, പറയാം. വേഗം എടുക്കൂ, വേഗം എടുക്കൂ. 7 മണി. എന്നാടാ കഞ്ചാവ് അടിച്ചിട്ട് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്ന് പറയട, ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്ക. അല്ല, ലൈഫ് ലൈൻ തരുമോ? പൈപ്പ് ലൈനോ? ഈ പാതിരാത്രിക്ക് ഞാനവിടെ പോയി പൈപ്പ് ലൈൻ ഉണ്ടാക്കാൻ. ലൈഫ് ലൈൻ അല്ല, ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ ഏതാണ് നിനക്ക്? ഏത് ലൈഫ് ലൈൻ ആണ് നിനക്ക് വേണ്ടത്? ഫോണേ ഫ്രണ്ട്. ഏത് ഫ്രണ്ടിനെയാണ് നീ വിളിക്കുന്നത്? എന്റെ കൂടെ മോഷ്ടിക്കാൻ വന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, അയ്യപ്പനെ വിളിക്കൂ. വിളിക്കട്ടെ? വിളിച്ചു. അയ്യപ്പ. നീ ഏതാ അയ്യപ്പനെ വിളിച്ചത്? എന്റെ കൂട്ടുകാരനെ. ധർമ്മശാസ്ത്രം നിന്റെ കൂടെ മോഷ്ടിക്കാൻ വന്നോളാ. മര്യാദക്ക് നിന്റെ കൂടെ വന്ന അയ്യപ്പനെ ഫോണില്ല, സാറിന് ഫോണെന്ന് വരുമോ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഈ ഫോണിൽ വിളിക്കൂ, വേഗം വിളിക്കൂ. മണിക്കുട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്പർ അവന്റെ ഉണ്ടോ? വിളിക്കൂ. ഹലോ, എടാ അയ്യപ്പ, എടാ നമ്മൾ ഇന്നാളൊരു ദിവസം മോഷ്ടിക്കാൻ വരെ സമയം എപ്പോഴായിരുന്നു? എപ്പോഴാ ആണോ? സമയം കിട്ടി സാറേ. സമയം കിട്ടി. പറയട്ടെ? പറയണ്ട. അല്ല പറയും ഞാൻ. ഇപ്പൊ പറയണ്ട. താൻ സമയം പറയുന്നത് ഹോട്ട് സീറ്റ് ഇരുന്ന് പറഞ്ഞാൽ മതി. അത് ശരി, പരിപാടി എല്ലാം കള്ളപ്പോട്ട് കാണുമല്ല. എല്ലാം പൂക്കളെ വലിച്ച് പുറത്തിടുന്ന പാട്ടി. കലേഷ്, കലേഷ്, ഇവിടെ വരൂ. ഇങ്ങോട്ട് മാറിക്കടാ. ഇവിടുത്തെ അടുക്കള എവിടെയാണ്? അടുക്കള അവിടെ, ആ ഭാഗത്ത്. അടുപ്പിൽ തീയുണ്ടോ? തീയുണ്ട്. അവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുക. ദോശക്കല്ലൊക്കെ ചൂടായി കിടക്കുക. ദോശക്കല്ല് ചൂടായിരിക്കുകയാണോ? എങ്കിൽ പാടാ. ഇവനെ ഹോട്ട് സീറ്റിൽ ഇരുത്തട്ടെ. ജോൺസ് അംബ്രല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവേർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. നമ്മുടെ ഈ വേദിയിൽ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ആണ് എന്ന് തോന്നുന്നു അടുത്തത്, അല്ലേ? ഞാനത് പറയാൻ കാരണം ബാക്കിൽ അവര് റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു വേഷം കണ്ടതുകൊണ്ടാണ്. കലേഷേട്ട പറയൂ. കരാട്ടയാണ്. ചൈനീസ് കെംപോ കരാട്ടെ സ്കൂളിന്റെ മാസ്റ്റേഴ്സ് ആണ് ഇപ്പൊ വേദിയിലെത്താൻ പോകുന്നത്. മിസ്റ്റർ മനോജ് മഹാദേവ. എന്ത് ആക്ട് ആണ് ചെയ്യാൻ പോകുന്നത്? അത് സസ്പെൻസ് ആണോ അതോ? നമ്മുടെ 8 mm കമ്പി, നമ്മൾ കമ്പി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഇതിന് ഉപയോഗിക്കുന്ന കമ്പി, 8 mm കമ്പി 5 ഫൂട്ടിൽ കട്ട് ചെയ്ത് അത് 100 എണ്ണം ഈ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗം വെച്ച് വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അത് 100 എണ്ണം ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഇന്ത്യയിലൊന്നും ഞാൻ കുറേ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, 100 എണ്ണം ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് 100 എണ്ണം പ്രകടനമാണ് ഇവിടെ വെച്ച് കാഴ്ചവെക്കുന്നത്. അത് ഞാൻ അമൃത ടി വിയോട് പ്രത്യേകം നന്ദി പറയാണ്.
മനോജ് മഹാദേവ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തുടങ്ങാൻ പോവാണ്. 100 കമ്പികൾ. ഇതാണ് അദ്ദേഹം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പി. സ്ട്രോങ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തു. സ്ട്രോങ് അല്ലേ? ഒന്ന് കൈകൊണ്ട് പിടിച്ചു നോക്ക്. സ്ട്രോങ് അല്ലേ? വെരി സ്ട്രോങ്. ഓക്കെ, അപ്പോൾ ഓഡിയൻസിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഇതാ ആരംഭിക്കാൻ പോകുന്നു. 5 അടി നീളമുള്ള 8 mm കമ്പി കഴുത്തുകൊണ്ട് വളയ്ക്കുന്ന ആ മാന്ത്രിക പ്രകടനം. കമ്പികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വളച്ച് കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ എങ്ങനെ വളയുന്നു എന്നുള്ളതാണ് അതിലേറെ അത്ഭുതം. കൃത്യമായിട്ട് വളച്ച് ഒരു പണിക്ക് ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വളച്ചാൽ വരെ ഇത്രയും കമ്പി കൃത്യമായിട്ട് വളച്ചെടുക്കാൻ പറ്റില്ല. മനോജ് ചേട്ടാ പൊളിച്ചു. കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു മുറി ഉണ്ടാവും, അല്ലാതെ ഒന്നുമില്ല. വരൂ വരൂ. ഇതുവരെ ഇങ്ങനെ ഒരു ആക്ട് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഷോക്കായിട്ട് അവിടെ ചെറിയൊരു മുറിവുണ്ട്. കുറച്ചു നേരം ഞാൻ കണ്ണടച്ചെന്ന് പോയി. കാരണം ഇവിടെ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നേക്കാൾ കൂടുതൽ അയ്യോ അവിടുത്തെ എക്സ്പ്രഷൻ. കാരണം എനിക്ക് പോലും ചിലപ്പോൾ ടി വിയിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ചാനൽ മാറ്റുന്നത്. കാരണം അത്രയ്ക്കും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. എനിവേ ഒന്നും പറയാനില്ല. വെൽ ഡൺ. അല്ല, ഇത് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ധൈര്യമാണ്. പിന്നെ ചെറിയ പ്രാക്ടീസും. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഇപ്പം ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്ന കരാത്തെ പോലത്തെ കരാത്തെ പോലെ ഏത് മാഷായിട്ടും പഠിക്കാൻ പറയുന്നത്. എന്താ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ ഈ പീഡനങ്ങൾ പോലുള്ള സംഗതികൾ വിധേയമാവാൻ കാരണം അവർ ശക്തിക്കുറവ് കൊണ്ടല്ല, മാനസികമായിട്ട് അവർക്ക് ശക്തി ഇരുന്നുകൊണ്ടാണ്.
നമ്മൾ മെൻ്റലിയാണ് പ്രിപ്പയർഡ് ആവുന്നത്. മെൻ്റലി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും, നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യമുണ്ട്, നമ്മളെ പോലെ 2 കൈയും 2 കാലും എല്ലാം നിങ്ങൾക്കുണ്ട്. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുത്ത ഒളിമ്പിക്കിൽ ബോക്സിംഗ് മെഡൽ നടത്തുന്ന മേരിക്കോം ഒരു ലേഡിയാണ്. പി ടി ഉഷ ലോക റണ്ണർ ലേഡിയാണ്. അതുപോലെ കൽപ്പന ചൗള ലേഡിയാണ്. അപ്പം പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ സ്പോർട്സിൽ നിൽക്കുന്ന ആളുകൾ പെൺകുട്ടികളാണ്. അപ്പം നിങ്ങളെപ്പോലത്തെ പെൺകുട്ടികൾക്ക് മെൻ്റലി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങളെക്കാട്ടും എത്രയോ ഉയരത്തിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ഷോർട്ട് ബ്രേക്കിലേക്ക് കടക്കാം. ആരും ചാനൽ മാറ്റി പോകണ്ട. ഇതിലും കിള്ളം പെർഫോമൻസുമായി നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്. ഇത് ജോൺസ് അംബ്രല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. Welcome back to John's Umbrella Grand Magical Circus. Powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu. ഇത് പള്ളിയല്ല, സർക്കസ് കൂടാനാ. ഞാൻ പറഞ്ഞില്ലേ, പ്രതിയെ ഞാൻ പൊക്കോന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കിയിരിക്കും. ഇവൻ കുറ്റം ഏറ്റിരിക്കുന്നു. ഇത് മാത്രമല്ല 7-8 കേസ് കൂടി ഇവൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് പണിയാ കാണിച്ച ചേട്ടാ? ആരെങ്കിലും നമ്മൾ ചെയ്യാത്ത കുറ്റമൊക്കെ ഏറ്റെടുക്കോ? ഒരു കേസൊക്കെ ആയിട്ട് സെൻട്രൽ ജയിലിലേക്ക് എന്നാലേ ഒരു വെയിറ്റ് ഇല്ല. ഒരു 7 കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ AC റൂം കൊണ്ടുവന്ന് സാർ എന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മിസ്റ്റർ കലേഷ്, ഞാൻ മുഖമാണ് ഉദ്ദേശിച്ചത്. പിന്നെ തിരക്കിനിടെ ഞാൻ കാര്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയി. ഇവൻ എന്ത് കുറ്റമാണ്, നിങ്ങളുടെ എന്ത് സാധനമാണ് ഇവൻ മോഷ്ടിച്ചത്? സാറേ, ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. പറയൂ, ഞാൻ തരാം. ഈ ദുഷ്ടനുണ്ടല്ലോ സാറേ, എന്താണ് ചെയ്തത്? അവൻ എന്താണ് ചെയ്തത്? അത് ഒരു ദിവസമാണെങ്കിൽ ഞാൻ സഹിച്ചെന്ന് വെക്കാം. പല ദിവസമോ എന്റെ ചോറിലിരുന്ന മീൻ പൊരിച്ചെടുത്തോണ്ട് പോയി. എടാ, ആ പാപത്തിന്റെ പൊരിച്ച മീൻ. എന്ത് മീനായിരുന്നു? പൊരിച്ച മീൻ. നിന്റെ പൊണിച്ച മീൻ ഇവൻ എടുത്താനാണോടാ? പൊരിച്ച മീൻ എടുക്കാൻ നീ ആരാടാ? കണ്ടം പൂച്ചയോ? ഇവിടെ 100 കൂട്ടം ജോലി സ്റ്റേഷനിൽ ഉള്ളപ്പോഴാണ് എന്നെ ഈ പൊരിച്ച മീന്റെ കേസിന്, ഈ നാറ്റ കേസിന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഞാൻ എന്തോ നിങ്ങളുടെ കുഞ്ഞുകളിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ? ഒരു മര്യാദ വേണ്ട ഇത്. എന്നെ എങ്ങനെയൊക്കെ ചെയ്ത? മറ്റേ ഞാൻ കുറച്ചു മുമ്പ് ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നില്ലേ പെർഫോം ചെയ്യാൻ? എനിക്കിവിടെ പെർഫോം ചെയ്യാൻ, വീണ മീട്ടാൻ. അത് ഞാൻ ഇവിടെ ചെയ്തോട്ടെ? പക്ഷേ സാറ് പറഞ്ഞത് മറ്റേ പ്രതിയുടെ എല്ല് വലിച്ചൂരി ഞാൻ വീണ മീട്ടെന്നാണ് പറഞ്ഞത്. അയ്യോ സാറേ, ഒരു മീനൊക്കെ മോഷ്ടിച്ചതിന് ഇദ്ദേഹത്തിന്റെ എല്ലക്കൂരാന്ന് പറഞ്ഞാൽ മോശം. ലിവനല്ല പ്രതി, ലവനാണ് പ്രതി. അവന്റെ എല്ല് വലിച്ചൂരിയാണ് ഞാൻ വീണ വീട്ടാൻ പോകുന്നത്. ഞാൻ എന്ത് ഒറ്റയ്ക്ക് എത്ര നിർബന്ധം? കാറ് കെട്ടിയാലും എന്റെ കൂടെ ആങ്കറിംഗ് അവതരിപ്പിക്കുന്ന ആളാണ്. അതിനാണെങ്കിൽ ഈ കള്ളനെ വിളിച്ചോ, അവനായതിനൊക്കെ ഫസ്റ്റ്. ഹലോ, എന്താ ചേട്ടാ കാണിക്കുന്നത്? ശരിക്കും മാച്ച് നമ്മളാ അല്ലേ? അടിപൊളിയാ. എന്നാ തുടങ്ങിയോ? തുടങ്ങല്ല, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് എന്ന് പറഞ്ഞാ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നത്തെ. അത് ഞാൻ പറയാം. പരിപാടി കഴിഞ്ഞ് എഴുന്നേറ്റ് പാടാ ചേട്ടാ. അങ്ങനെയല്ല, അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഗസ്റ്റസിനെ, സെലിബ്രിറ്റി ഗസ്റ്റിനൊന്നും അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ പൊക്കോളൂല്ലോ. അതല്ല, അത് മാത്രമല്ല, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റസിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് വേണം. വിളിക്കാം, ഞാൻ വിളിക്കാം. ഇറങ്ങി വരാമോ? ഇറങ്ങി വാ. സോറി, അങ്ങനെയല്ല, അവരെ വിളിക്കണം, അത്ര മാന്യമായിട്ട് വിളിക്കണം. ഇറങ്ങി വരാമോ? ക്ഷമിക്കണം, നിങ്ങൾ കണ്ടാണല്ലോ ഇവിടെ നടന്നേ. നമുക്കപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ആവാറായി. നിങ്ങൾ വേദിയിലേക്കൊന്ന് വരാമോ? അതൊക്കെ സൂക്ഷിച്ചിറങ്ങി വേണേ. വരൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾ സെലിബ്രിറ്റി ഗസ്റ്റസ് ആയിട്ട് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിലെ പെർഫോമൻസുകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് പറയണ്ടേ? സെലിബ്രിറ്റി ആങ്കർ ആണല്ലോ കൂടെ ഉള്ളത് അല്ലേ? സപ്പോർട്ട് ഒരാളുടെ ഭയങ്കരമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ? എൻജോയ് ചെയ്തോ? എല്ലാ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ട്
പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ കമ്പിയൊക്കെ വളയ്ക്കുന്നൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഇതിങ്ങനെ അകത്ത് കയറി പോവോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. നമുക്ക് ഇങ്ങനെ കണ്ണടയ്ക്കാനൊക്കെ തോന്നുന്നു. ഞാനും അതെ കണ്ണടച്ചു പോയി. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ല, ശ്രുതയ്ക്ക് നല്ലൊരു കോയാങ്കറിനാണ് ഇപ്പൊ കിട്ടിയിരിക്കണത്. ആദ്യം എനിക്ക് പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു സെലിബ്രിറ്റി ആങ്കർന്ന്. ഇത് വേണ്ടിയിരുന്നില്ല. ചേട്ടൻ ഭയങ്കര ബെസ്റ്റ് ആണ്. ചേട്ടാ ഒരു എന്തെങ്കിലും ഒരു ആങ്കറിംഗ് പോർഷൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ, നല്ല രസമായിരിക്കും. അല്ല, അത് എൻ്റെ കാര്യമില്ല. ഈ പ്രാവശ്യം കൊച്ചു പറഞ്ഞു നാളെ ഞാനത് പഠിച്ചിട്ട് പറഞ്ഞോളാം. അതാണല്ലോ. അപ്പൊ നാളെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, അവനെ കൊണ്ടുപോയില്ല, പോലീസ് കൊണ്ടുപോയി. ഓക്കെ, നാളെ മുതൽ ചേട്ടൻ ഉണ്ടാവും. എന്നാ ചേട്ടൻ ഇത് കണ്ടോ? അപ്പൊ നമ്മളെവിടെ പറഞ്ഞു വന്നേ? നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു ഷോ. ഞങ്ങൾ ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു, കാരണം ടെലിവിഷനിൽ ഇങ്ങനെ ഒരു സർക്കസും ഡാൻസും മാജിക്കും ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോ വേറെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ഷോ മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആയിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. അതെ, അപ്പൊ എന്തായാലും നിങ്ങളെ നമ്മൾ ഉടനെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് എന്താ പറയുക പെർഫോമൻസുകളൊക്കെ കൂടെ കണ്ട് അടുത്ത ദിവസം കൂടെ അല്ലേ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മുടെ ഓഡിയൻസ് ആണ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതെന്താ മനസ്സിലായില്ല ചേട്ടാ? ഇന്നൊന്നും ചെയ്യണ്ട, ഞാൻ ഇതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എൻ്റെ ജോലി കളയരുത് പ്ലീസ്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, കാരണം കണ്ടല്ലോ അല്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് ജോൺസ് അംബ്രല്ല ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. ഗുഡ് നൈറ്റ്. ഞാൻ ഈ വാള് വെച്ചിട്ട് മാജിക് ചെയ്യും. വാള് വെച്ചിട്ട് മാജിക് ചെയ്യോ? ഞാനൊക്കെ വാള് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ തല പൊങ്ങോളൂ. നീയൊക്കെ ഭയങ്കര സംഭവം. അതല്ല, ഞാൻ ഈ വാനിഷിംഗ് ഒക്കെയാ. വാനിഷിങ് അതാ നിങ്ങൾക്ക് പറ്റിയ പണി. എന്താ? പോളിഷിങ്. ചേട്ടാ, പോളിഷിംഗ് അല്ല, ഒരു പെൺകുട്ടിയൊക്കെ വിളിച്ചിട്ട് 16 കഷ്ണമാക്കി മാറ്റും. നടന്നു 16 കഷ്ണാക്കുന്ന ഒരു പെങ്കൊച്ചിനെ. ഈ 2000-ന്റെ നോട്ട് 400-500 ആക്കാൻ കഴിയാത്തവൻ ആ പെങ്കൊച്ചിനെ പിടിച്ച് 16 ആക്കാൻ പോകണം. നടക്കണ കാര്യം വല്ലതും പറയാവോ? ജോസഫ് സാർ, ഒരു പുതിയ റെക്കോർഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും? തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. 105 ആണ് സാറിന്റെ നിലവിലുള്ള റെക്കോർഡ്. ഇപ്പോൾ ആ റെക്കോർഡ് ബ്രേക്ക് ആയിരിക്കുന്നു. 1 മിനിറ്റിൽ 106. 106 ആണ്. എല്ലാവരും ചേർന്നൊരു വലിയ കൈയടി. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ആദ്യമായിട്ടാണ് ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. അതും സ്വന്തം റെക്കോർഡ് തന്നെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ എടുത്ത വീഡിയോ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ഗുണം ചെയ്തേക്കും.